ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നാളെ മോഹിനി ഏകാദശിയാണല്ലോ. മോഹിനി ഏകാദശിയുടെ വ്രതം മാഹാത്മ്യ കഥ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. അത് നാളെ ഏകാദശി ദിവസം വീണ്ടും കേൾക്കണം. ശ്രീരാമചന്ദ്രപ്രഭുവിന് സീതാദേവി നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ആ വിരഹവേദനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വൈശാഖ മാസത്തെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി എടുത്തതിന് ശേഷമാണ് ആ മായാമോഹത്തിൽ നിന്നുള്ള മോഹബന്ധങ്ങളിൽ നിന്നുള്ള വേദന നഷ്ടപ്പെട്ടിട്ട് ലക്ഷ്യബോധത്തോടുകൂടി ഭഗവാൻ ആ ദേവിയെ സ്വന്തമാക്കുവാൻ, തിരിച്ച് തൻ്റെ സ്വന്തമാക്കി എടുക്കുവാൻ ലങ്കാപുരിയിൽ ആ ലങ്കേശനോടുള്ള ആ വലിയ ഘോരമായ യുദ്ധത്തിലേർപ്പെടുകയും അതിനുള്ള മാർഗം ഒക്കെ തെളിഞ്ഞു വരികയൊക്കെ ചെയ്തത് ആ വേദനയുടെ അവസ്ഥകളെല്ലാം മാറി ശുഭമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയത് ഈ ഏകാദശി എടുത്തതിന് ശേഷമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ദുർനടത്തക്കാരനായ ദൃഷ്ടബുദ്ധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ആ പാപകർമ്മങ്ങളും ആ പാപകർമ്മങ്ങൾക്ക് ശേഷം ഈ മോഹിനി ഏകാദശി എടുത്തതിന് ശേഷമുണ്ടായ മാറ്റങ്ങളും ഉണ്ടായ പൂർണ്ണമായ വിഷ്ണു പദപ്രാപ്തിയും ഒക്കെ വിശദമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ വ്രതമാഹാത്മ്യ കഥയിലൂടെ നമ്മുടെ ഈ ഏകാദശി വ്രതത്തിലൂടെ ഭഗവാൻ തരുന്ന ആ അനുഗ്രഹങ്ങളെ അരക്കിട്ടുറപ്പിക്കുവാനാണ് വ്രതമാഹാത്മ്യ കഥ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം. അത് മനസ്സിന് ആ ഉറപ്പ് കിട്ടുവാൻ വേണ്ടിയാണ്. ഈ ഏകാദശി എടുക്കുമ്പോൾ, ഓരോ ഏകാദശിയും വരുമ്പോൾ അത് എടുക്കുമ്പോൾ ഇന്ന ഫലമാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന ഉറപ്പ് ലഭിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ എന്തെല്ലാം പാപങ്ങളാണോ നാം ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമാണ് നാം ഇപ്പോഴനുഭവിക്കുന്ന ഈ നല്ല അവസ്ഥയായാലും മോശം അവസ്ഥയായാലും നമ്മൾ പൂർവ്വജന്മങ്ങളിൽ അറിയാതെ ചെയ്തു പോയ ധാരാളം അധർമ്മ പ്രവൃത്തികളുടെ ഫലമാകാം ഈ ജന്മം നമ്മൾ മോശകർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നത്, അല്ലാതെ ഇപ്പോൾ ചെയ്തു വെക്കുന്ന കർമ്മങ്ങളുടെ ഫലമല്ല. അങ്ങനെ ആ കർമ്മഫലങ്ങളെ കരിയിച്ച് കളയുവാനുള്ള ഒരു തപസ്സാണ് ഏകാദശി വ്രതമെന്ന് പറയുന്നത്. ആ മോശം കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ആത്മാവിന് ഉയർന്ന തലങ്ങളിലേക്ക് എത്തുവാനുള്ള, മനസ്സിന് ഉന്നതമായ മേഖലകളിലേക്ക് പ്രയാണം ചെയ്യുവാനുള്ള ഒരു വഴി തുറക്കുകയാണ് ഏകാദശി വ്രതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഫലം. അതുപോലെ തന്നെ അതാത് ഏകാദശികൾക്കും ഓരോരോ ലക്ഷ്യമുണ്ട്, ഓരോരോ അനുഗ്രഹ ഫലങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് അതാത് ഏകാദശികൾ എടുക്കുന്നത്. മോഹിനി ഏകാദശിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു ഫലമെന്ന് പറയുന്നത് മായാമോഹത്തിൽ, സംസാര ബന്ധത്തിൽ, ലൗകിക ജീവിതത്തിൽ മുഴുകി നാം ഈശ്വരനെ മറന്ന്, നമ്മുടെ യഥാർത്ഥ സത്തയെ മറന്ന് നാം ഇങ്ങനെ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ആ എന്താണെന്ന് നമ്മൾ പൂർണ്ണമായും ആ മായ മാത്രമല്ല, മായ നമ്മളെ മോഹിപ്പിക്കുന്ന ഭഗവാന്റെ തന്നെ ആ ഒരു ശക്തിയാണ്, ദേവിയാണ്. ആ മായയിൽ നിന്നുള്ള മോചനം കൊണ്ടാണ് നമ്മൾ സംസാര ബന്ധത്തിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് മുക്തരാകുന്നത്. ഇവിടെ നമ്മളെ ഓരോരോ ബന്ധങ്ങളും നമ്മളെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ മായയുടെ ഒരു സൂത്രപ്പണിയാണത്. നാം ചെന്നുപെടുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഓരോ റിലേഷനുകളും എല്ലാം അതിലേക്ക് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളിലേക്ക് എത്തിയാൽ ആ സ്ഥാനം നമ്മളെ ബന്ധപ്പെടുത്തുന്നു. വ്യക്തികളുമായിട്ടുള്ള ബന്ധം അത് നമ്മളെ ബന്ധപ്പെടുത്തുന്നു. സമൂഹവും സാഹചര്യവും ജോലിയും കുടുംബവും എല്ലാം നമ്മളെ ആ ബന്ധങ്ങളെല്ലാം ഓരോ ബന്ധനങ്ങളായിട്ട് നമ്മുടെ മനസ്സിനെയാണ് ചുറ്റി വരിയുന്നത്. അതെല്ലാം മായയുടെ ഒരു ജാലവിദ്യയാണ്. ഈ ജാലവിദ്യയിൽ നിന്ന് നമ്മളൊന്ന് വിട്ടു നിന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോ ദിവസം, കഴിഞ്ഞൊരു ദിവസം ഞാനൊരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തുവാണ് ടീച്ചർ ഈ ജീവിതം എന്ന് പറയുന്നത്? കുടുംബത്തിൻ്റെ കഷ്ടപ്പാട്, മക്കളുടെ അസുഖങ്ങൾ, അല്ലെ വീട്ടിലെ ഓരോരോ ആവശ്യങ്ങൾ, ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കുറേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകളും, ഇവയെല്ലാം നിത്യേന പൂർത്തീകരിക്കുന്നതിനെയാണോ ജീവിതം എന്ന് പറയുന്നത്? ഇതാണോ ജീവിതം എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിനോട്, ഇതല്ല ജീവിതം, ഇതാണ് ജീവിതമെന്ന് നാം തെറ്റിദ്ധരിച്ചിട്ട് ഇതിലെല്ലാം ചെന്ന് പെടുന്നതാണ് ജീവിതം. ഇപ്പോൾ ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി, ഗൃഹസ്ഥാശ്രമി അല്ലാത്ത വ്യക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഒരു ഗൃഹസ്ഥൻ്റെ കാര്യങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ലായിരിക്കും.
പക്ഷെ അയാൾക്കും അയാളുടേതായിട്ടുള്ള ഏകാന്തത്തിൽ ജീവിക്കുന്ന വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു പല പ്രശ്നങ്ങളും വൈഷമ്യങ്ങളും ഉണ്ടാകും. പക്ഷെ ഈ ഏകാന്തത്തിൽ ജീവിച്ചെന്ന് കരുതിയോ ഗൃഹസ്ഥാശ്രമിയായെന്ന് കരുതിയോ നമ്മൾ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകില്ല. അതിനാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് മായയിൽ ഉണ്ടാകുന്ന ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടി നമ്മൾ മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മൾ ആ ഭഗവാന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനോബലം വർദ്ധിക്കും. അല്ലാതെ പ്രശ്നങ്ങളെല്ലാം ഭഗവാനിലേക്ക് വന്നെന്നും പറഞ്ഞ് ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല, പ്രശ്നങ്ങളെല്ലാം അകന്നു പോവുകയില്ല. വരാനിരിക്കുന്ന നാം ചെയ്ത കർമ്മത്തിന്റെ ഫലമല്ലേ നാം അനുഭവിക്കുന്നത്, അത് വരിക തന്നെ ചെയ്യും. വരുന്നതിൻ്റെ കാഠിന്യം കുറയും. വന്നാൽ ഏത് പ്രശ്നം വന്നാലും അത് നമുക്ക് നേരിടാനുള്ള ശക്തി, മനോബലം നമുക്ക് ലഭിക്കും. ഈശ്വര ചിന്തയിലൂടെ, നാമജപങ്ങളിലൂടെ, ആധ്യാത്മിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഈ സംസാര ബന്ധത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ കുറേശ്ശെ നമുക്ക് മുക്തി തരികയാണ് നാമജപങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെയൊക്കെ. അപ്പോൾ ആ മായയിൽ നിന്നൊരു മുക്തിയാണ്, പൂർണ്ണമായ മുക്തിയാണ് ഏകാദശി വ്രതങ്ങളിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ഈ മോഹിനി ഏകാദശി എന്ന് പറയുന്ന മോഹബന്ധങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ ഭഗവാൻ മോഹിനി രൂപം കൈക്കൊണ്ട് ആ മായാഭ്രമത്തെ സൃഷ്ടിച്ച് മറ്റൊരു വിഭാഗത്തിന്, അതായത് ദേവന്മാർക്ക് അവരുടെ അവസ്ഥകളെ, മോശമായ ആ ജരാനര ബാധിച്ച അവസ്ഥകളെ മാറ്റി അതിനോടൊപ്പം തന്നെ മായാഭ്രമത്തിൽ അസുരന്മാരെ ഭ്രമിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് മായയെ ഉണ്ടാക്കുന്നതും മായയിൽ നിന്നും മോചനം തരുന്നതും. ഭഗവാൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു ടാസ്ക്കാണ്. നമുക്ക് ഇപ്പം ഓരോ കളികളൊക്കെ ഇല്ലേ, അത് ഇന്നത് ചാടിക്കടന്നാൽ നിങ്ങൾക്ക് 1ാം സമ്മാനം, അല്ലെങ്കിൽ ഇന്നതിടത്തൂടെ പോയി കഴിഞ്ഞാൽ ഒരു നീന്തൽ മത്സരം പോലെ നീന്താനുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂളും അതിൽ കൂടെ നീന്താനുള്ള സ്വിമ്മിംഗ് സ്യൂട്ടുകളും എല്ലാം നമുക്ക് ഭഗവാൻ തരും. നമ്മൾ നന്നായി നീന്താത്തത് നമ്മളുടെ കുറ്റമാണ്. അതിൻ്റെ ആ അലയും ചുഴിയും ആഴവും ഒക്കെ അറിയാതെ നമ്മൾ കടലിലേക്ക് എടുത്ത് ചാടുന്നത് നമ്മളുടെ മാത്രം തെറ്റാണ്. കാരണം നമ്മൾ അതിനെ അറിയാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഭഗവത്ഗീതയും അതുപോലെയുള്ള നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഭഗവാനാൽ തന്നെ വിരചിതമാണത്. ഭഗവാൻ പറഞ്ഞ് അതുപോലെ ഒപ്പിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള പാഠമാണ് ഭഗവത്ഗീത നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ അഗാധമായ സംസാര സാഗരത്തിലേക്ക് ഒന്നും അറിയാത്ത ഒരു കുട്ടിയെപ്പോലെ എടുത്ത് ചാടിയാൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നീർച്ചുഴികളിൽ ചെന്ന് പെടുകയും അതിലെന്തെല്ലാം മുതലയോ അതുപോലെയുള്ള പല പല സംഭവങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീ ശങ്കരാചാര്യരെക്കുറിച്ച്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ തന്നെ ആലോചിക്കുകയാണ്, ശങ്കരനെ അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യത്തിലേക്ക് വിടാതെ കടിച്ചു വെച്ചിരിക്കുന്ന മുതല ഞാൻ തന്നെയാണെന്ന് അമ്മ ചിന്തിക്കുകയാണ്. ആ മുതലയാകുന്ന എന്നിൽ നിന്ന് വിടുതൽ അവൻ എന്നുണ്ടോ അന്നേരമേ അവന് അവൻ്റെതായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന്. അത് സത്യമല്ലേ? ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും നമ്മളെ കടിച്ചു വെച്ചിരുന്ന് പിറകേക്ക് വലിക്കുന്ന, നമ്മൾ മുന്നോട്ടായുമ്പോൾ പിറകിലേക്ക് നമ്മളെ കടിച്ചു വലിക്കുന്ന മുതലകളാണ് ജീവിതത്തിൻ്റെ ഓരോ ബന്ധങ്ങളും. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ആ ശ്രേഷ്ഠമായ ബന്ധത്തിനെയാണ് അവിടെ മുതലയുടെ പിടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള. അതിനുശേഷം വരുന്ന ബന്ധങ്ങളാണ് ബാക്കിയെല്ലാം. അതെല്ലാം ചെറുമുതലകൾ തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ മുതലകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതാണ് മായ എന്ന് പറയുന്നതാണ് ഈ നമ്മൾ ഇവിടെ എന്തെല്ലാമാണോ നമ്മുടേതെന്ന് കരുതുന്നത് അതെല്ലാം ഒന്നും അല്ലെന്ന് തിരിച്ചറിയണം. ഇതൊന്നും എൻ്റെ അല്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ മായയിൽ നിന്നുള്ളൊരു മോചനം വേണം. ഇരുട്ടിനകത്തിലൂടെ വെളിച്ചം പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം വരണം. കൊടുങ്കാട്ടിലൂടെ വഴി തപ്പി ഒരു ചെറു പാത കണ്ടുപിടിച്ച് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അഗാധമായ കടലിലൂടെ ഒരു കുതുമ്പ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ടാവണം. ഇതൊക്കെയാണ് മായയിൽ ആകുന്ന സംസാര ബന്ധത്തിൽ നിന്നും നമുക്കൊരു മറുകര എത്തുവാനുള്ള, അല്ലെങ്കിൽ ആ മറുകര എത്തുന്നതിന് മുമ്പ് തന്നെ സഞ്ചരിച്ചു പോകുവാനുള്ള ഒരു കഴിവ്, ഒരു ടാലൻറ്റ്. അത് കിട്ടണമെങ്കിൽ ഭഗവാനോട് തന്നെ ചേർന്നിരിക്കണം. ഭഗവാന് വേണ്ട കാര്യങ്ങൾ എല്ലാം എന്ന് വെച്ചാൽ ഭഗവാനിലേക്ക് തന്നെ വന്ന് അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കാൻ പ്രാപ്തിയായവരുണ്ടാവില്ല എന്നെ കേൾക്കുന്നവർ. അവർക്കിതൊക്കെ കേട്ടാൽ മനസ്സിലാകില്ല. ഞങ്ങൾ ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ
ചിലർക്ക് പറയും തത്വജ്ഞാനം പറയുന്നത് ഞങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവരിത് കേൾക്കാൻ തയ്യാറാകില്ല. കാരണം ജീവിതത്തിന്റെ തത്വമാണ് പറയുന്നത്. ആ തത്വം പറയുന്നത് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ തത്വത്തിലെത്താനുള്ള വഴികൾ ഇഷ്ടപ്പെടുകയുള്ളൂ. എല്ലാവരും ജീവിതത്തിന്റെ തത്വം അറിയാനാണോ ജീവിക്കുന്നത്? അല്ല. എല്ലാവരും ഭൗതിക സുഖങ്ങൾ മാക്സിമം എത്ര രൂപയുണ്ടാക്കാം, എത്ര സന്തോഷമായി ജീവിക്കാം, എത്ര ആഡംബരത്തോടെ ജീവിക്കാം, എത്ര സുഖസൗകര്യങ്ങൾ ലഭിക്കാം, ഇതൊക്കെയാണ് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ ആത്മജ്ഞാനത്തെക്കുറിച്ചോ അല്ലെ തത്വചിന്ത എന്ന് വെച്ചാൽ തത്വം, നമ്മിലിരിക്കുന്ന ഈ ബോധം, ഈ ശ്വാസം ഈശ്വരനാണ് എന്നുള്ള ആ ഒരു തത്വമാണ് ലോകത്തിലെ ഏക തത്വം. ഈ തത്വം മനസ്സിലാക്കാത്തവർക്കാണ് ഇതൊരു തത്വജ്ഞാനമാണ്, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഗ്രഹിക്കില്ല, ഞങ്ങൾക്ക് ദഹിക്കില്ല എന്ന് പറഞ്ഞ് ഇത് കേൾക്കാൻ തയ്യാറാവാത്തത്. പക്ഷെ ആത്യന്തികമായി അവർ അനേക ജന്മങ്ങൾ കഴിഞ്ഞ് ഈ വഴിയെ തന്നെ വരാതെ അവർക്ക് തരമില്ല. എല്ലാവരും ഈ തത്വം ഗ്രഹിക്കാതെ ഇവിടെ നിന്ന് കടന്നു പോകില്ല. ഇപ്പോൾ ഗ്രഹിക്കാൻ തുടങ്ങിയവർ പൂർവ്വജന്മത്തിൽ അത് ഗ്രഹിച്ചു വന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതവർക്ക് രുചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്തിയിലേക്ക് വരുന്നവർക്ക് ഈ തത്വജ്ഞാനങ്ങളും ആത്മചിന്തകളും ബോധത്തെക്കുറിച്ചുള്ള ചിന്തകളോ അതിനെക്കുറിച്ചുള്ള സംസാരവും ഒന്നും അത്ര പിടിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ സംസാര ജീവിതത്തിൽ ജീവിക്കുന്നവർ ഇങ്ങനെയുള്ള ഏകാദശി ദിവസങ്ങളെങ്കിലും ഭഗവാനോട് ചേർന്ന് ഭഗവാന്റെ നാമം ജപിച്ച് അങ്ങനെ ഇരിക്കണം. എല്ലാ ദിവസവും നാമം ജപിക്കൂ എന്ന് കരുതി ആ നാമത്തിലൊന്നും നമുക്ക് പൂർണ്ണമായ ഡെഡിക്കേഷനൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പല വിഭാഗത്തിലുള്ളവരാണ് എന്നെ കേൾക്കുന്നവർ. ചെറിയവരുണ്ട്, മുതിർന്നവരുണ്ട്. ഇത് ഒരുപാട് ഭക്തിയുടെ ലെവലും കഴിഞ്ഞ് ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, അത് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം എന്ന് തോന്നുന്നവർ എന്ന അനുഭവമുള്ളവരും ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ടോപ്പിലെത്തിയവർക്കും മധ്യഭാഗത്ത് നിൽക്കുന്നവർക്കും തുടക്കക്കാർക്കും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരും നമ്മൾ പ്രതീക്ഷിച്ചു വെച്ചിരിക്കുന്നവരും ഒക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിനത് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകനായ പരമാത്മാവായ ഭഗവാനെ, ദിവ്യ പുരുഷോത്തമനായ ഭഗവാനെ ശരണാഗതി പ്രാപിച്ചാൽ മാത്രമേ എല്ലാവരുടെയും മനസ്സിൽ അന്തര്യാമിയായി നിലനിൽക്കുന്ന ഭഗവാൻ അവർക്കെല്ലാം പ്രചോദനം കൊടുത്ത് നമ്മെ ജീവിത സംസാരത്തിൽ ഒന്ന് സഹായിക്കുവാനും ആശ്രയിക്കുവാനും നമുക്കൊരു കരുത്ത് തരുവാനും നമുക്കൊന്ന് ചാരി നിൽക്കാനും ഒക്കെ ആരെയെങ്കിലുമൊക്കെ തരികയുള്ളൂ. ആത്യന്തികമായി എല്ലാവരുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാൻ പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാവരും നമുക്ക് അനുകൂലമാകൂ. അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എല്ലാവരും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ ഭഗവാനുമായി ബന്ധമില്ലാതെ, നാമജപമില്ലാതെ, വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ പൂജയോ ഒന്നുമില്ലാതെ, ക്ഷേത്രദർശനമില്ലാതെ എവിടെയൊക്കെ ജീവിക്കുന്നോ ആ വീടുകളിലെല്ലാം അന്ധകാരം, ഇരുട്ടിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മനുഷ്യ മനസ്സുകളിലൊക്കെ അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന മാതിരിയുള്ള രോഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അല്ലാതെ ആ ക്രൂരതയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെയുള്ള അവസ്ഥകളായിരിക്കും അവരുടെയൊക്കെ ഹൃദയങ്ങളിലും ആ ഗൃഹത്തിൻ്റെ ചുറ്റുപാടും എല്ലാം. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് രോഷമാണ്, ക്രോധമാണ് പുറത്തു വരുന്നതെങ്കിൽ അതുതന്നെയാണ് നാം പ്രസരിപ്പിക്കുന്ന ആ ഒരു പ്രകാശം. നമ്മുടെ ഉള്ളിൽ ജ്ഞാനമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ, ഈശ്വരചിന്തയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ സമാധാനമാണ് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കും പ്രവൃത്തിയും. അപ്പോൾ നമ്മുടെ ജീവിതം ശാന്തമാകാനും മനസ്സിന് ഉയർച്ചയുണ്ടാകുവാനും വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള മനോബലം ലഭിക്കുവാനും എല്ലാം ഈശ്വര ചിന്തയിലൂടെ കടന്നു പോയാലേ പറ്റൂ. അതാരായാലും ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഏതൊരു വ്യക്തിയായാലും ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് ഭഗവാനാണ് എനിക്ക് ഈ ആത്മവിശ്വാസം തന്ന് എന്നെ മുന്നോട്ട് നയിക്കേണ്ട ഏക ശക്തി എന്ന തീരുമാനം, എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കണം. അപ്പോൾ മോഹിനി ഏകാദശി വ്രതത്തിൻ്റെ തിഥിയും പാരണ സമയവും ഹരിവാസര സമയവും ഒന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലായിരുന്നു. അത് വളരെ വേഗം എനിക്കങ്ങ് നിർത്തേണ്ടി വന്നു. പറയുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുവാനായിട്ട് ഒന്ന് രണ്ട് പേര് ഇവിടെ വന്നു. പെട്ടെന്ന് എനിക്ക് ആ വീഡിയോ ക്ലോസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകാദശി തിഥി നോക്കാം.
ഇന്ന്, അതായത് ബുധനാഴ്ച, ഇന്ന് രാവിലെ 10:20 വരെ ദശമിയുള്ളൂ. ആ ദശമി തീരുന്നതിന് മുമ്പ് തന്നെ തുളസിയിലേക്ക് പറിച്ചു വയ്ക്കണം. എല്ലാ ദശമി ദിവസവും വൈകുന്നേരം തുളസിയിലേക്ക് പറിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ന് നേരത്തെ രാവിലെ 10:20 മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ തുളസിയിലേക്ക് പറിച്ച് സൂക്ഷിച്ച് നാളത്തെ പൂജയ്ക്കും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ അന്നേരം അവിടെ സമർപ്പിക്കുവാനും ഒക്കെ വെക്കുക. ഈ 10:20 വരെ ദശമിയുള്ളൂ. അതിനുശേഷം ഏകാദശിയുടെ തിഥിയാണ് വരുന്നത്. രാവിലെ 10:20 മുതൽ മെയ് 8 ഉച്ചയ്ക്ക് 12:29, അതായത് 12:30 വരെയാണ് ഏകാദശി തിഥി. നാളെ 12:29 വരെ, അതായത് ഏകദേശം 12:30 വരെയും ഏകാദശി തിഥിയാണ്. അപ്പോൾ ഇന്ന് ഒരു നേരം അരിഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലത്തെ ഭക്ഷണം അരി ആക്കുക. അങ്ങനെ ആഗ്രഹമുള്ളവർ ഉച്ചയ്ക്ക് മില്ലറ്റുകളോ അല്ലെങ്കിൽ വേറെ ഗോതമ്പോ വേറെ ഏതെങ്കിലും മണ്ണിനടിയിൽ വളരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഏത്തപ്പഴം പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ കഴിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുക. ഈ എപ്പോഴും അരിയും ഗോതമ്പും എല്ലാം ആയിട്ടൊന്നും ഇരിക്കാതെ. അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് 10:30 ശേഷം തൊട്ട് ഏകാദശിയാണ് കടന്നു വരുന്നത്, 10:20 മുതൽ. അതുകൊണ്ടാണ് ഇന്നും ഏകാദശി ആചരിക്കുന്നത് ഉത്തമമാണ് എന്നും പറഞ്ഞത്. നാളെ പൂർണ്ണമായും ഏകാദശിയാണ്. നാളെ ഹരിവാസര സമയം എന്ന് പറയുന്ന ഒരു നല്ല സമയം തന്നെയാണ് നാളെ. മെയ് 8-ാം തീയതി രാവിലെ 7:05 മുതൽ വൈകുന്നേരം 7:06 വരെയാണ് ഹരിവാസര സമയം. ഇപ്പോഴും ഏകാദശിയുടെ ഹരിവാസരം വരുന്നത് രാത്രിയിലൊക്കെ ആയിരിക്കും, വെളുപ്പംകാലം വരെയൊക്കെയാണ്. പക്ഷേ ഇത് പകൽ സമയം നമുക്ക് ഉണർന്നിരുന്ന് സന്തോഷമായിട്ട് ഭഗവാനെ വിളിക്കാൻ പറ്റിയ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം, രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയം, ഹരിവാസര സമയം, വ്യാഴാഴ്ച ദിവസം, എല്ലാം കൊണ്ട് ശുഭകരമായ ഒരു ദിവസം. അതിനേക്കാൾ ഉപരി വൈശാഖ മാസവുമാണ്. അപ്പോൾ ഭഗവാന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ 1000 ജന്മത്തെ സുകൃതമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ഇനി പാരണ സമയം കൂടി പറയാം. പാരണ 9-ാം തീയതി രാവിലെ 5:52 മുതലേ ഉണ്ട്. അങ്ങനെ 8:22 വരെയാണ് പാരണ. 5:52 മുതൽ 8:22 വരെയാണ് പാരണ സമയം. അപ്പോൾ മോഹിനി ഏകാദശി എടുക്കുക, എല്ലാവരും എടുക്കുക. എടുക്കാൻ സാധിക്കാത്തവർ ഭഗവത് നാമങ്ങൾ ജപിക്കുക. നമ്മുടെ പാവനമായ ഭഗവാന്റെ ചരിതങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ഭഗവാന്റെ ഏതെങ്കിലും നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ അറിയുന്നവർ അത് ചെയ്യുക. ഇതൊന്നും അറിയില്ല എങ്കിൽ നാരായണ നാമം ജപിക്കുക. അതിനും കഴിയുന്നില്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം ജപിക്കാനില്ലേ, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് പാഠാണെങ്കിൽ വലിയ പാടാണ്. ഇത് ജപിക്കാനുള്ള പാണ്ഡിത്യമില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് പരമേശ്വരി ദേവി പരമേശ്വരനോട് ചോദിക്കുമ്പോൾ എന്താണ് ദേവിയോട് ഭഗവാൻ പറയുന്നേ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ വരാനനെ. സഹസ്രനാമത്തിന് തത്തുല്യമാണ് ശ്രീരാമനാമം ജപിക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമനാമം ജപിച്ചാലും മതി എന്നല്ല, അതാണ് ജപിക്കേണ്ട മന്ത്രം. സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടാനും കലിയിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള മന്ത്രം ഹരേരാമ മന്ത്രം തന്നെയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ എന്ത് ജപിച്ചാലും ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ഏകസ്വരൂപനായിട്ടുള്ള നിത്യചൈതന്യമെന്ന് ഉള്ള ബോധം വേണം. ആ ബോധത്തിൽ വേണം ഏത് ജപവും നടത്തേണ്ടത്. അല്ലാതെ കുറേ നാമം ജപിച്ചിട്ട് അധര വ്യായാമം നടത്തിയിട്ട് കാര്യമില്ല. ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും എനിക്ക് നാമം ജപിക്കാൻ തോന്നണ്ട. അപ്പോൾ നമ്മൾ ഫോണിനകത്തിൽ ഏതെങ്കിലുമൊക്കെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗവതത്തിനെ കുറിച്ച് അല്ലെ ഭഗവത്ഗീതയെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുക. വിഷ്ണു സഹസ്രനാമം ഇതെല്ലാം എത്രയോ ആൾക്കാരാണ് പറഞ്ഞിട്ടിരിക്കുന്നത്, അതൊക്കെ എടുത്ത് കേൾക്കുക. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടേക്കും പോവുകയില്ല. പോയാലും ഒരു അല്പനേരത്തേക്ക് പോകും. വീണ്ടും നമ്മൾ അതിനെ ആട്ടിത്തെളിച്ച് ആ ഒരു ഈശ്വരനാകുന്ന കുറ്റിയിലയുടെ സമീപത്ത് കൊണ്ട് കെട്ടിയിടണം. അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ അവിടെ ഉറയ്ക്കും.
അലഞ്ഞു നടക്കുന്ന ഒന്നിനും സ്ഥായിയായ ഒരു അവസ്ഥ അതിനെ അറിഞ്ഞുകൂടാ. അലഞ്ഞു നടക്കുന്ന പശുവിന് അലഞ്ഞലഞ്ഞു നടക്കാനല്ലേ അറിയാം. അതിനെ പിടിച്ച് കെട്ടിയിട്ടാലല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെയാണ്, ഈ കുറ്റിയിൽ അല്ലെ ഈ തെങ്ങിലാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, ഈ മരത്തിലാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, ഇതിന് ചുറ്റുമേ ഒരു വൃത്തവേ എനിക്കുള്ളൂ എന്ന് അതിന് മനസ്സിലാകണമെങ്കിൽ ആദ്യം അതിനെ എന്ത് ചെയ്യണം? അതിനെ കെട്ടിയിടണം. അപ്പോൾ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിട്ടിരിക്കുന്ന നമ്മൾ ഇങ്ങനെ കുരങ്ങന്മാർ ചാടി ചാടി ഓരോ മരത്തിലേക്ക് പോകുന്നത് പോലെ ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് നമ്മുടെ മനസ്സാകുന്ന കുരങ്ങ് ചാടിക്കൊണ്ടിരിക്കുക. ആ ചാടുന്ന കുരങ്ങിൻ്റെ കഴുത്തിലൊരു കയറിട്ടിട്ട് ഇവിടെ വാ കുരങ്ങ എന്ന് പറഞ്ഞ് ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ച് അതിനെ അടക്കി നിർത്തുക. ആദ്യം അതിന് ശ്രമകരമായ ജോലിയാണ്, എങ്കിലും ക്രമേണ അത് സാധിക്കും. സാധിക്കാതിരിക്കില്ല, ഒരിക്കലും സാധിക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്. നമ്മുടെ ബോധം, നമ്മൾ ഈ സംസാരിക്കുന്നതും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലും ബോധമുള്ളതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ വെറും തടിയായി കിടന്നു കഴിഞ്ഞാൽ ഈശ്വരകാര്യം പറയുന്നതോ അല്ലെ അത് കേൾക്കാനോ നമുക്ക് ഈശ്വരകാര്യം സംസാരിക്കാനോ വായിക്കാനോ പറ്റുമോ? അപ്പോൾ നമ്മിലിരിക്കുന്ന ബോധം ഈശ്വരനായതുകൊണ്ട് തന്നെ ആ ഈശ്വരനിലേക്ക് തന്നെ നമ്മുടെ മനസ്സാകുന്ന കുരങ്ങ് അടുത്തടുത്ത് വരും. പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതകന്നു പോവില്ല. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ ലഭിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം വളരെ കയ്യെത്തും ദൂരത്താണ് നിൽക്കുന്നത്, നമ്മൾ അതിനുവേണ്ടി ഒന്നും എത്താത്തത് കൊണ്ടാണ്. എല്ലാവരെയും ഭഗവാൻ നന്നായി അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്, പൂർണ്ണമായ ആഗ്രഹവുമുണ്ട്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.